ഈ സാധാരണക്കാരെയാണ് യു പി സ്വീകരിക്കുന്നത്. യു പി സർക്കാർ യോഗി ആദിത്യനാഥ് കൃത്യമായി സ്വീകരിക്കുന്നത്. അവിടെയാണ് മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാല വിൽക്കാനായി, ഒരു നാടോടി പെൺകുട്ടിയാണ്, ഇതാണ് ആ പെൺകുട്ടിയുടെ ഉപജീവന മാർഗം. അവിടേക്ക് ഈ പെൺകുട്ടി വരുന്നു. പിന്നീട് കുംഭമേളയിൽ ഒരു വ്ളോഗർ പകർത്തിയ ഗോതമ്പ് കതിരിൻ്റെ നിറമുള്ള ചാരക്കണ്ണുകളുള്ള സുന്ദരി, അതാണ് മൊണാലിസ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ, ഏറ്റവും നിഷ്കളങ്കമായ മുഖമാണ് മൊണാലിസയ്ക്കെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ കുംഭമേള മൊണാലിസയ്ക്ക് നൽകിയ സമ്മാനങ്ങൾ ഒരുപാടാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ കുംഭമേളയിലൂടെ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തിയവരുണ്ടാകും, ജീവിത സാഹചര്യങ്ങൾ മാറിയവരുണ്ടാകും. അത്തരത്തിൽ കുംഭമേള മൊണാലിസയ്ക്ക് നൽകിയ സമ്മാനം ഒരിക്കലും മൊണാലിസ പോലും പ്രതീക്ഷിക്കാത്തതാണ്. ബോളിവുഡിലേക്ക്, അവളെ സിനിമയിലേക്ക് മൊണാലിസയെ കാസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ മൊണാലിസ എത്തുകയാണ്. എവിടെയോ ഇൻഡോർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ആരാലും അറിയപ്പെടാതെ നാടോടി കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങളോടുമൊപ്പം വഴിയരികിലൊക്കെ ഇരുന്ന് മാല കച്ചവടം ചെയ്ത ഒരു പെൺകുട്ടിയാണ് ഇന്ന് ബോച്ചെ, അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ചെമ്മണ്ണൂർ ജൂവലേഴ്സ് ഉദ്ഘാടനം ചെയ്യാൻ വാലന്റൈൻസ് ഡേക്ക് വരുന്നത്. ഒപ്പം 2 പവൻ്റെ സമ്മാനവും കൂടിയാണ് അവൾക്ക് ബോച്ചെ ഒരുക്കി വച്ചിരിക്കുന്നത്.